ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയ ഞാൻ ഗോൾഡ് സൂക്കിൽ എത്തിപ്പെട്ട കഥയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്താണെന്നല്ലേ പറയാം, വേറൊന്നുമല്ല. ഓഫിനൊന്ന് പല പല പ്ലാനുകളായിരുന്നു, ഒന്നും നടന്നില്ല. ഇറങ്ങി രാത്രി 9 മണിയായി എഴുന്നേറ്റപ്പോൾ നേരെ വിശപ്പിൻ്റെ വിളി കൊണ്ട് വന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാണ് ആ സത്യം എനിക്ക് ബോധ്യമായത്. സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ പോയി വാങ്ങാതെ വേറെ വഴിയില്ലല്ലോ. അപ്പം നേരെ പോയി വാങ്ങാമെന്ന് പറഞ്ഞ് ഡ്രസ്സ് എടുത്തപ്പം ഡ്രസ്സ് ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ എടുത്ത് വെച്ച് തേപ്പോട് തേച്ച് ഒരു കണക്കിന് അത് ഉണക്കിയെടുത്തു. പക്ഷേ അതിൻ്റെ ചുളിവൊന്നും അത്ര അങ്ങോട്ട് നിവർന്നിട്ടില്ല. എന്നാലും സാരമല്ല, മീൻ വാങ്ങാനല്ലേ പോകുന്നത്, ഇത്രയൊക്കെ ആഡംബരം മതി. പിന്നെ അത്യാവശ്യം കുറച്ച് പുട്ടിയൊക്കെ വാരിയിട്ട് ഞാൻ ഒരുങ്ങി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നേരെ പോകുന്നത് ഷാർജയിലെ ഫിഷ് മാർക്കറ്റിലേക്കാണ്. ദുബൈയിൽ നിന്നാണ് സാധാരണ മീൻ വാങ്ങുന്നത്. പക്ഷേ അവിടം വരെ പോയി മീൻ വാങ്ങി ഫുഡ് വെച്ച് കഴിക്കാനുള്ള ക്ഷമ എനിക്കില്ല. പിന്നെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. മീൻ കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നാൽ മീൻ വാങ്ങാമെന്നും പറഞ്ഞിറങ്ങിയത്. അങ്ങനെ ഷാർജയിലെ ഫിഷ് മാർക്കറ്റിലെത്തിയപ്പം 10 മണിയായിട്ടുണ്ട്. അത് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചപ്പോഴാണ് സെൻട്രൽ സൂക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണം, കാണണം എന്നൊക്കെ. എന്നാൽ പിന്നെ ഇവിടം വരെ വന്നതല്ലേ, എന്നാൽ പിന്നെ കയറി കണ്ടേക്കാന്ന് വെച്ച് നേരെ സെൻട്രൽ സൂക്കിൻ്റെ പാർക്കിങ്ങിലോട്ട് വിട്ടു. അപ്പോഴാണ് ഇതേ സൈഡിൽ ഈ ലൈറ്റ് മറ്റുള്ളത്. ഇതെൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു പ്രാവശ്യം പോകണം. ഇതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോർണിഷിൻ്റെ ഒരു സൈഡ് പോലെയൊക്കെയാണ്. നമുക്ക് ഫുഡൊക്കെ കഴിക്കാനൊക്കെ സാധാരണ ഉമ്മായും ഫിറോസൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് കണ്ടപ്പോൾ ആദ്യം മിസ് ചെയ്ത് അവരെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് നേരെ സൂക്കിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. മൊത്തത്തിലൊരു മഞ്ഞ മയമാണ്. കാരണം ലൈറ്റ്സ് എല്ലാം മഞ്ഞ കളറായതുകൊണ്ട് ബിൽഡിങ്ങും ഇങ്ങനെ മഞ്ഞ കളറാണ് നിൽക്കുന്നത്. ഇതിന് പകൽ കാണാനൊരു ഭംഗി, രാത്രി കാണാനൊരു ഭംഗി. എന്താ രസം! ഇവിടുത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളും പകലും രാത്രിയും വേറെ വേറെ ഭംഗിയിലാണ്. അപ്പോൾ പിന്നെ കുറേ നാളത്തെ ഒരു ആഗ്രഹമല്ലേ ഇതിൻ്റെ അകത്ത് എന്താണെന്നറിയാൻ. ഫിറോസ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നിറയെ ഗോൾഡിൻ്റെ ഷോപ്പുകളാണെന്ന്. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ പിന്നെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഒന്നും വാങ്ങാനൊന്നുമല്ല കേട്ടോ. കയറിയപ്പോൾ തന്നെ ഗോൾഡ് ഷോപ്പാണ്. കുറച്ച് കടകളൊക്കെ അടയ്ക്കാൻ പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണ് ലേറ്റായത്. എന്നാലും സാരമില്ല, വലിയ തിരക്കൊന്നുമില്ല. നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് കറങ്ങി കാണാൻ പറ്റും, തിരക്കില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഓരോ ഷോപ്പിൻ്റെ ലൈറ്റ്സൊക്കെ ഒരു സൈഡിൽ നിന്ന് അടച്ചൊക്കെ തുടങ്ങി. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുറേ ഷോപ്പുകളൊക്കെ ഓപ്പണാക്കി വെച്ചേക്കാണ്. പിന്നെ ഞാൻ ഈ ഷോപ്പുകളിലൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം, ഒട്ടുമിക്ക ഷോപ്പുകളിലും അറബ്സ് തന്നെയാണ് സ്റ്റാഫായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാധാരണക്കാരൊക്കെ വളരെ കുറവാണ്. ഒരു കൊച്ചുകുട്ടി അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല. ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അടച്ചു പോയതുകൊണ്ടാണ്. ഇതൊരു ഡയമണ്ടിൻ്റെ സെക്ഷനാണ്. ഇതൊരു ഡയമണ്ടിൻ്റെ ഷോപ്പാണ്. ഡയമണ്ട്, ഗോൾഡ്, സിൽവർ, അങ്ങനെ പ്രത്യേകം ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഷോപ്പ് കണ്ട് നടക്കുമ്പോഴാണ് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള മാലകളുണ്ട്. അത് നോക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് പോയപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാനൊരു ഡോറ്. അതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റിക്ക് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അപ്പുറത്തെ സൂക്കിലേക്ക് റോഡ് വഴി നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇറങ്ങാം. എന്നാൽ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഓവർ ബ്രിഡ്ജ് കണ്ടത്. എന്നാൽ പിന്നെ അതിൽ കൂടെ തന്നെ പോകാമെന്ന് പറഞ്ഞ് തിരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇത് കണ്ണ് മഞ്ചാണ് ഒരു കട കണ്ടത്. എൻ്റെ അമ്മോ, ഇത് എന്തുമാത്രം ഗോൾഡാണ്, അതും ഹെവി ഗോൾഡ്. ഇതൊക്കെ ആരായിരിക്കും ഇടുന്നതെന്ന് ഞാനിങ്ങനെ നിന്ന് ആലോചിച്ചു കുറച്ചധികം സമയം. ഇതെല്ലാം ഭയങ്കര വലിയ ഡിസൈൻസ് നോക്കി, ഒരുപാട് വലുത്. താഴെ മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ചെറിയ നെക്ലസുകളൊക്കെ ഉണ്ട്. അതിങ്ങനെ ചെറിയ നാരോ പോലെ കാണുന്നില്ല, അത്യാവശ്യം വെയിറ്റുള്ള ഗോൾഡ് തന്നെയാണ് അതെല്ലാം. പക്ഷേ ഈ മുകളിലത്തുള്ളത് കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ണ് തള്ളി നിൽക്കുമായിരുന്നു. കാരണം ഇതൊക്കെ ആരായിരിക്കും വാങ്ങിയിട്ടിടുക? വല്ല കല്യാണത്തിന് വാങ്ങിയിട്ടിട്ടാൽ തന്നെയും പിന്നെ ഇവർക്ക് ഇതുകൊണ്ട് എന്താണ് ഉപയോഗമുള്ളത്? അത്രയ്ക്ക് ഗോൾഡ് പ്രാന്തമുള്ളവരൊക്കെ ആയിരിക്കും ഇത് വാങ്ങണേ. നമുക്കിതൊന്നും വാങ്ങാനുള്ള യോഗവും ഇല്ല, സാമ്പത്തിക ശേഷിയുമില്ല. അപ്പോൾ പിന്നെ ഇത് കണ്ടെങ്കിലും ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത്. ഇതിന് മുമ്പ് ഞാൻ ഇതുപോലത്തെ കണ്ടിട്ടുള്ളത് ദേരയിലെ ആ ഒരു ഗോൾഡ് മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ് ഇതൊക്കെ കണ്ടത്. പിന്നെ നടന്ന് സൂക്കിൻ്റെ ലാസ്റ്റ് സൈഡിൽ വന്നു ഓവർ ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട്. എസ്കലേറ്റർ കയറി നേരെ വരുമ്പോൾ റൗണ്ടിലൊരു ലാൻഡിങ് ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് സൈഡിലോട്ട് തിരിയുമ്പോൾ നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറുകയാണ്. പക്ഷേ ഇത് ഓവർ ബ്രിഡ്ജ് ആണെന്ന് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ ഇതുവരെ വന്നതുപോലെ ഷോപ്പിൻ്റെ നടുക്കൂടെ വരുന്നു എന്നുള്ള രീതിയുള്ളൂ. പക്ഷേ ഇത് ഓവർ ബ്രിഡ്ജ് ആണെന്ന് മനസ്സിലാവുന്നത്
ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന കണ്ടില്ലേ ഇങ്ങനെ താഴെ വണ്ടികളൊക്കെ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ റോഡിൻ്റെ മുകളിലാണുള്ളത്. പക്ഷെ അത് നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. നേരത്തെ വന്ന സൂക്കിൽ നിന്ന് കുറച്ചൊന്ന് കൺജസ്റ്റഡ് ആയി എന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസമൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഈ ഒരു ബിൽഡിങ് ഫുള്ള് ഞാൻ കറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ബിൽഡിങ്ങിൻ്റെ ആ ഒരു പ്രത്യേകത. നമുക്കത് മനസ്സിലാവാതിരിക്കാനുള്ള പ്രത്യേകത എന്താണെന്ന് ഫുള്ള് കറങ്ങി വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എനിക്കും ഇത് കറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നടന്ന് പോകുമ്പോൾ ഇവിടെ കാർപ്പറ്റ്, അതുപോലെ തന്നെ കർട്ടൻ, അതിൻ്റെയൊക്കെ അതേ സ്റ്റോണിൻ്റെ ഒരു ഭയങ്കര കളക്ഷൻ. അത് കണ്ണിങ്ങനെ മിനിമിനാന്നാവുമായിരുന്നു. ഒരു വല്ലാത്തൊരു സുഖമായിരുന്നു അത് അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കുമ്പോൾ. പലതരത്തിലുള്ള കല്ലുകൾ മാത്രമുള്ള ഒരു ഷോപ്പാണ് ഇത്. പിന്നെ അതിനകത്ത് മാല, മോതിരമൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ കല്ലൊക്കെ വെച്ച് തരുമായിരിക്കും. പുള്ളി അവിടെ എന്തോ കണ്ണാടിയൊക്കെ വെച്ചിട്ട് പണിയുമായിരുന്നു. പിന്നെ ഗോൾഡിൻ്റെ ത്രെഡ് വെച്ചിട്ട് ചെയ്തൊരു കാർപ്പറ്റ്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതവരെ ഡിസ്പ്ലേ പോലെ വെച്ചേക്കാണ്. പിന്നെ ഗ്രീൻ കളർ സെറ്റ് ചെയ്തൊരു ഷോപ്പ്. ഞാൻ ഇതിൻ്റെ റെഡൊക്കെ കണ്ടിട്ടുള്ളൂ, റെഡും ബ്ലൂ ഒക്കെ കണ്ടിട്ടുണ്ട്. ഗ്രീൻ ആദ്യമായിട്ട് കാണുവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കുറച്ച് നേരം വായി നോക്കി നിന്നു. ഇവിടെ നിന്ന് നേരെ പോവാണ്. നേരെ പോയി ഇതേ താഴോട്ട് ഇറങ്ങുമ്പം നമ്മൾ റോഡിൻ്റെ അപ്പുറത്ത് കണ്ട് സൂക്കെത്തിയിരിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കയറി ഏറ്റവും ബാക്കിൽ വന്നു. ബാക്കിൽ നിന്ന് നേരെ നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറി നടന്ന് നേരെ പോയി ഇറങ്ങുന്നത്. ഇവിടെ കുറച്ച് സിൽവറിൻ്റെ റിങ്ങുകളൊക്കെ ഉണ്ട്, കല്ല് വെച്ചിട്ടുള്ള. ജെൻസിൻ്റെ ആണ് കൂടുതൽ. പുള്ളി നമ്മളെ വെറുതെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തു. നമ്മൾ വല്ല വാങ്ങുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, പക്ഷെ നമ്മൾ പറ്റിച്ചു. നമ്മൾ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. അവിടുന്ന് നമ്മൾ ഈ സൂക്കിൻ്റെ ലാൻഡിങ്ങിൽ വന്നു. ആ റൗണ്ട് ലാൻഡിങ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇരിക്കാനുള്ളൊക്കെ സ്പേസ് ഉണ്ട്. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും കുറച്ച് നേരം വിശ്രമിക്കാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. കൈ കാശ് വേണം എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ കറങ്ങി കാണാൻ കാശ് വേണ്ട കേട്ടോ, എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പം എനിക്ക് അപ്പുറത്തിൽ നിന്ന് ഇപ്പുറത്തെ ഒരു സൂക്കിൽ വ്യത്യസ്തമായിട്ട് തോന്നിയത്, ഇവിടെ നേരെ ഇറങ്ങുമ്പോൾ കാണുന്നത് ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ്. അപ്പുറത്ത് ഫുള്ള് ഗോൾഡ്, സിൽവർ, അങ്ങനത്തെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫുള്ള് ഡ്രസ്സുകളാണ്. പക്ഷേ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും അല്ല. എല്ലാം 25 ദിർഹംസ് ആണ് കേട്ടോ, ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിടുന്ന ടൈപ്പ് ഒരു ഡ്രസ്സുകളല്ല, അറബ്സിന് പറ്റുന്ന ഡ്രസ്സുകളാണ്. അങ്ങനെ നടന്നതേ റോഡും കാണാം സൈഡിൽ. അങ്ങനെ മുന്നോട്ട് നടക്കുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും ബാക്കിലാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്, ഇപ്പുറത്തെ സൈഡിൽ. അപ്പം നമുക്കിനി ഫ്രണ്ടിലോട്ട് പോകാം. കാരണം ഫ്രണ്ടിലും ഇതേപോലെ തന്നെ ഒരു ഓവർ ബ്രിഡ്ജ് അപ്പുറത്തോട്ട് പോകാനുണ്ട്. അപ്പം നമ്മൾ അപ്പുറത്തുനിന്ന് ബാക്കിൽ കൂടെ ഇപ്പുറത്ത് വന്നു. ഇനി ഇവിടുന്ന് ഫ്രണ്ടിൽ കൂടെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നു. ദാറ്റ്സ് ഓൾ. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നടന്ന് പോകുമ്പോൾ ആൻറ്റി കളക്ഷൻസിൻ്റെ കുറച്ച് സാധനങ്ങളുടെ ഒരു ഷോപ്പ് കണ്ടു. പിന്നെ അതുപോലെ ജെൻസിൻ്റെ കുറച്ച് ഷോപ്പ് കണ്ടു. പിന്നെ അല്ലാതെ പെർഫ്യൂം, അത് ബാഗ്സ്, ചെരുപ്പ്, അങ്ങനത്തെ ഒരു ഷോപ്പ് കണ്ടു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇങ്ങനെ നടന്നു വരുമ്പം ഒരു നിശ്ചിത ഇടവേള കഴിയുമ്പോൾ ഇതുപോലൊരു റൗണ്ടും അവിടെ ഇരിക്കാനുള്ള സ്പേസും ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവരെ കളിക്കാൻ വിട്ടിട്ട് നമുക്ക് നോക്കിയിരിക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലം. ഓൾറെഡി അവിടെ കുറച്ച് ലേഡീസൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് എടുത്തില്ല. പക്ഷെ ഇവിടുത്തെ ലൈറ്റ്സൊക്കെ പ്രത്യേകതയുള്ളതാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ നോക്കി കണ്ടു. അടുത്ത പ്രാവശ്യം വരുമ്പം, അല്ലെങ്കിൽ ഇനി ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ ഇവിടെ എടുക്കണം എന്നൊക്കെ നോക്കി ചിലതൊക്കെ വെച്ചു. അങ്ങനെ നമ്മൾ നേരെ അങ്ങ് തിരിച്ചു പോകാനുള്ള ബ്രിഡ്ജ്, ഫ്രണ്ടിലൂടെ പോകാനുള്ള ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരമ്മ പറ്റ പോലത്തെ ബിൽഡിങ്ങാണ്. ഒന്നിനും ഒരു മാറ്റമില്ല. അതേ ലാൻഡിങ്, അതേ സീറ്റ്, അതേ തൂണ്, അതേ എസ്കലേറ്റർ, ഒരു മാറ്റില്ല. ലൈറ്റ്സിന് പോലും മാറ്റില്ല. എന്തിന് ഈ പറയുന്നത്, ഈ കൈവരിക്ക് പോലും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. പക്ഷേ ഈ സൈഡിലെ ബ്രിഡ്ജിലോട്ട് കയറിയപ്പം ഇവിടുത്തെ കടകളൊക്കെ ഒരു ശോകമുഖമായിട്ടിരിക്കുന്നു. അപ്പുറത്ത് കണ്ട അത്രയും ഒരു സുഖം ഇവിടുത്തെ കടകൾക്കൊന്നും കാണാനില്ല. കാരണം ഓൾമോസ്റ്റ് ചിലതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഓപ്പണായി ഇരിക്കുന്നതിനൊന്നും അത്ര സുഖം എനിക്ക് തോന്നിയില്ല. പിന്നെ സ്റ്റോണിൻ്റെ ഒരു ഷോപ്പ് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അതൊരു രക്ഷയില്ല കേട്ടോ. ആർക്കെങ്കിലും സ്റ്റോണിൻ്റെ ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മരുന്നായിരിക്കുന്നല്ലോ. ഒരുപാട് കണ്ടമാനം കളക്ഷൻസ് ഉണ്ട്. ഇത്രയും കളക്ഷൻ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. സൈഡിൽ കൂടെ നമുക്കിപ്പോൾ റോഡ്, ഇപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തോട്ട് പോയ ആ ബ്രിഡ്ജ് കാണാൻ പറ്റും. നമ്മൾ ഇപ്പുറത്തെ ബ്രിഡ്ജിൽ വന്നിരിക്കുകയാണ്. അതായത് ഈ സൂക്കിൻ്റെ നമ്മൾ കയറി വന്ന ഫ്രണ്ട് സൈഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മൾ കയറി വന്ന ഭാഗത്തേക്ക് പോകാം. അവിടെ നിന്ന് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാണ് ഈ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാം ഒരേപോലെ ഇരിക്കുകയാണ്.
ഒരു മാറ്റവും ഒന്നിനും അവർ വരുത്തിയിട്ടില്ല. എല്ലാവരും അമ്മ പറ്റ മക്കൾ തന്നെയാണ്. അങ്ങനെ അത് എസ്കലേറ്റർ വഴി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇത് ഫ്രണ്ട് സൈഡാണ് നമ്മൾ ആദ്യം കയറി വന്ന ഭാഗം. അപ്പം കുറച്ച് ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. അതൊക്കെ ഇപ്പം കറങ്ങി വന്നപ്പോഴത്തേക്ക് അവർ ക്ലോസ് ആക്കി തുടങ്ങി. പാതി ക്ലോസ് ചെയ്ത് വെച്ചിരുന്നതൊക്കെ പൂർണ്ണമായിട്ടും ക്ലോസ് ആയി. അപ്പം നമ്മളെ അവർ നോക്കുകയാണ്, ഇനി അവരുടെ ഷോപ്പിൽ കയറാൻ പോവുകയാണെന്ന്. നമ്മൾ പിന്നെ മൈൻഡ് ചെയ്തില്ല, നമ്മൾ കാണാൻ ഇറങ്ങിയവരാണല്ലോ, വെറുതെ അവർക്ക് ആശ കൊടുക്കരുതല്ലോ. അപ്പോൾ അവർ ക്ലോസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മളങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം വെറുതെ അവർക്ക് ആശ കൊടുക്കേണ്ട. ചിലരിങ്ങനെ അടയ്ക്കാൻ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും, ഇനി അവർ കയറാനാണോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. ഇനി പുറത്തുനിന്ന് ഒരു വ്യൂവും കൂടെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ദേ ഈ ഫ്രണ്ടിലെ ഈ റൗണ്ട് ഉണ്ടല്ലോ, ഇവിടെ വാട്ടറിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര ഓവർനൈറ്റ് ആയതുകൊണ്ട് അവരത് ഓഫാക്കി വെച്ചേക്കായിരിക്കും. അതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പം അതില്ല എന്നുള്ളതുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൻ്റെ ബോഗി പോലെയാണ്. എനിക്ക് ഈ ഫ്രണ്ട് എൻജിൻ പോലെയൊക്കെയാണ് അവർ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും സെയിം ആണ്, ഒരു മാറ്റമില്ല. കൺസ്ട്രക്ഷനൊന്നും ഒരു മാറ്റമില്ല. പിന്നെ ഒരു സൈഡിൽ ഗോൾഡിൻ്റെ, സിൽവർ അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഐറ്റംസ് ഒക്കെ, അപ്പുറത്ത് ഡ്രസ്സ്, ഷൂസ്, ബാഗ്സ് അങ്ങനത്തെ ഐറ്റംസ്. ആ വ്യത്യാസം മാത്രമേ ഞാനിവിടെ കാണുന്നുള്ളൂ. അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണം എന്നുള്ളത്. കുറേ പ്രാവശ്യമായിട്ട് വിചാരിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കയറി നോക്കണം. ഇതുവരെ നടന്നില്ല. അത് നടന്ന സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ സത്യം ഓർമ്മ വന്നത്. നമ്മൾ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മീൻ വാങ്ങാനും ഫുഡ് കഴിക്കാനുള്ള സാധനം വാങ്ങാനും ഒക്കെ അല്ലേ, വിശന്നിട്ട് ഇറങ്ങിയതല്ലേ, അതെന്താ മറന്നുപോയത്? എന്നാൽ പിന്നെ അതിൻ്റെ പരിപാടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മൾ വണ്ടി കയറി തിരിച്ചു വിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ കയറിയ ആ ബ്രിഡ്ജ്. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു ബ്രിഡ്ജ് പോലെ തോന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ ഷോപ്പുകളും ഇത്രയൊക്കെ ആൾക്കാരും ഒക്കെ ഉണ്ട്, ഇത്രയൊക്കെ സെറ്റപ്പ് ആണെന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വരണം. എന്തെങ്കിലും സാധനം വാങ്ങാൻ അല്ലെങ്കിൽ കൂടിയും നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാനും അല്ലെങ്കിൽ കുറച്ച് റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. മാള് പോലെയല്ല, വേറൊരു ടൈപ്പിലാണിതുള്ളത്. ഇത് കണ്ടില്ലേ, സെൻട്രൽ സൂക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഇതിനെ ഗോൾഡ് സൂക്ക് എന്നാണ് പറയുന്നത്. ഫിറോസ് ആണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നത്. ഇപ്പം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സെൻട്രൽ സൂക്കാണെന്നുള്ളത്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ ഗോൾഡ് സൂക്ക് എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ഇതിനെ അങ്ങനെ ആക്കി വെച്ചേക്കാണ്. പക്ഷെ ഗോൾഡ് മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പുറത്തെ സൈഡിലും കിട്ടും. പിന്നെ ഇവിടെ കൂടുതൽ ഞാൻ അറബ്സ് കസ്റ്റമേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. പിന്നെ ഇനി ഇവിടെ വില കൂടുതൽ വല്ലതും ആയതുകൊണ്ടായിരിക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊന്നും വരാത്തതെന്ന് ഞാൻ കരുതുന്നു, അറിയില്ല. അപ്പം നമ്മളിനി നേരെ വിട്ടത് ഗ്രാൻഡ് മാളിലേക്കാണ്. കാരണം 11 മണിയായി. ഫിഷിൻ്റെ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഇവിടെയും 12 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ നേരെ ഓടി ഫിഷിൻ്റെ സെക്ഷനിൽ വന്നു. അപ്പോൾ നേരെ നോക്കിയപ്പോൾ 16 ദിർഹംസിന് ഇതേ കിങ് ഫിഷ് കിടക്കുന്നു. നല്ല ഫ്രഷ് ആയിരുന്നു എന്ന് തോന്നി. അപ്പം കുറച്ച് അയിലയും കിങ് ഫിഷും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ കൺസർവ് സാധനങ്ങളൊക്കെ വാങ്ങി. അതെല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി, ബിസ്ക്കറ്റ് വാങ്ങി, പിന്നെ വെജിറ്റബിൾസ്, പച്ചമുളക്, സവാള, ഉള്ളി, തക്കാളി, ഉപ്പ്, ചിക്കൻ, മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ കാലിയായിരുന്ന എൻ്റെ ഫ്രിഡ്ജ് ഞാനിങ്ങനെ ആകാംക്ഷയോടുകൂടി നിറയ്ക്കുകയാണ്. ഇങ്ങനെ കാലിയായിരിക്കുന്ന ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ നിറച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേകതരം മനസ്സുഖമാണ്. അത് എല്ലാവർക്കും ഉണ്ടെന്നതിൽ എനിക്കൊരു പ്രത്യേകതരം മനസ്സുഖമാണ്. ഇതിങ്ങനെ ഫില്ല് ചെയ്ത് ചുമ്മാ ഇങ്ങനെ തുറന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഞാൻ പച്ചമുളക് ഇതുപോലത്തെ ടിന്നിലാണ് ഇട്ട് വെക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇട്ട് വെക്കാറുള്ളത്? കാരണം ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിങ്ങനെ ചീത്തയാവാണ്ട്, എത്ര നാൾ വേണമെങ്കിലും ചീത്തയാവാണ്ട് ഇങ്ങനെ ഇരിക്കും. ഒന്നും ചീത്തയായി പോവില്ല. നമ്മളതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് വെക്കണം എന്നേ ഉള്ളൂ. അങ്ങനെ ഉമ്മിച്ച പറഞ്ഞു തന്ന ടിപ്പാണ്. ഞാനത് കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ എൻ്റെ ഫ്രീസറും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പച്ചക്കറികളെല്ലാം അടുക്കി വെച്ചു. അതിനുശേഷം ഇനി നമ്മളെ മെയിൻ പരിപാടി ഇതിനാണ് നമ്മളിന്ന് തുടങ്ങിയത്. അപ്പോൾ അതേ ഞാൻ മീനൊക്കെ പാത്രത്തിലിട്ട് കുറച്ച് ഗോതമ്പൊടിയും ഉപ്പും ഇട്ടു. ഗോതമ്പൊടി ഉപ്പും ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മീനൊരു ഉളുമ്പ് ചെവ ഉണ്ടാവും, അത് മാറാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്ത ഫിഷ് നമുക്ക് അധികം ഇട്ടിങ്ങനെ ഒലച്ച് കഴുകാൻ പറ്റില്ല, അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടൊരു ടിപ്പാണ്. ഗോതമ്പൊടി നല്ലതാണ് ഉളുമ്പ് നാറ്റം മാറാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, നല്ലതാണ്, പരീക്ഷിച്ച് വിജയിച്ചതാണ്. ധൈര്യമായിട്ട് എല്ലാവരും ട്രൈ ചെയ്തോളൂ. അങ്ങനെ തക്കാളി, സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം എടുത്ത് കട്ട് ചെയ്ത് നല്ല സുന്ദരികളാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ
അടുപ്പ് കത്തിച്ചു, ചട്ടി വെച്ചു. ഇനി കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കാം, ചൂടാവട്ടെ. ഇനി നമ്മൾ കടുകാണ്, എൻ്റെ പട്ടിശമാണ്, വേറൊന്നും വിചാരിക്കണ്ട. അങ്ങനെ എണ്ണ ചൂടായി, ഞാൻ കുറച്ച് കടുക് ഇട്ടു, കുറച്ച് ഉലുവ ഇട്ടു. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാനുള്ള ആയുധങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല, അതെല്ലാം ഉമ്മാൻ്റെ കയ്യിലാണ്. ഉമ്മ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ എടുക്കുന്നില്ല. അങ്ങനത്തെ സ്ലോ മോഷനിൽ ഞാനിങ്ങനെ എടുക്കുകയാണ്. അതിനുശേഷം അതൊന്ന് ബ്രൗൺ കളറായി വന്നപ്പോഴത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ടു. ഇനി ചെറിയ ഉള്ളി അരിഞ്ഞത് നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒനിയനും കൂടെ ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്തത്. സവാള ചിലരൊന്നും കറികളിൽ ഇടാറില്ല, പക്ഷെ ഞാൻ എൻ്റെ മീൻ കറികളിൽ ഇടാറുണ്ട്. പക്ഷെ അങ്ങനെ സവാള ഇടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ഞാൻ ചെറിയ തക്കാളി നോക്കി ഇച്ചിരി പിശുക്കിയൊക്കെയാണ് ഇടുന്നത്. പിന്നെ വലിയ മസാലകളൊന്നുമില്ല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വേറൊന്നും ഞാൻ ഇടാറില്ല. കുരുമുളക് പൊടി തീർന്നു പോയി, അതുകൊണ്ടാണ് ഇല്ലാത്തത്. അതിട്ടാൽ കൊള്ളാമായിരുന്നു. ഇപ്പം സമയം ഏകദേശം രാത്രി 2 മണിയായിട്ടുണ്ട്. അങ്ങനെ കുടംപുളിയുടെ കാര്യം മറന്നുപോയി, ഉപ്പ് മറന്നുപോയായിരുന്നു കേട്ടോ. ഉപ്പിൻ്റെ ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. ഉപ്പും ഞാൻ കുടംപുളിയും ഇട്ടു കലക്കിയിട്ടുണ്ട്. ഇപ്പം ഈ സ്പ്രേ ചെയ്ത് വിടുന്നത് എൻ്റെ ചെടിക്കാണ്. ഞാൻ അന്ന് വെച്ച ചെടികളെല്ലാം കരിഞ്ഞുപോയി, അതുകൊണ്ട് ഞാൻ പുതിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം കിളിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുപ്പാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് കിളിക്കുമായിരിക്കും. അങ്ങനെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി. ഞാൻ അത് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ കറിയൊക്കെ തിളച്ചു. എന്നാൽ പിന്നെ മീനും വാരി അതിനകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇനി ഈ മീനൊക്കെ ഇതിനകത്തിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. ഇപ്പം തന്നെ വിശന്നിട്ട് എൻ്റെ വയറ് എണ്ണത്തെറി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പം ഇത്ര സമയം എന്ന് പറയാം, 9 മണിക്ക് എനിക്ക് വിശന്ന് തുടങ്ങിയാണ്. ഇപ്പം രാത്രി 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വല്ലാത്ത അവസ്ഥയാണ്. പിന്നെ അടച്ചു വെച്ച് തീ ഒന്നിച്ചിട്ട് കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് തീ കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുഴഞ്ഞ അവശ്യമായി പാത്രമൊക്കെ കഴുകി വെച്ചു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്, ഇങ്ങനെ മൊത്തം ക്ലീനായിട്ടിരിക്കുമ്പോൾ. അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് പുക വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ജനലൊന്ന് തുറന്നിട്ടു. അല്ലെങ്കിൽ പിന്നെ ഫയർ അലാറം ഇച്ചിരി പുക വന്നാൽ അപ്പം അടിക്കാൻ തുടങ്ങും. പിന്നെ നട്ട പാതിരാത്രിയല്ലേ, ഫ്ലാറ്റിലുള്ളവരെല്ലാം ഡിസ്റ്റർബ് ആക്കണ്ടെന്ന് വെച്ചാൽ ജനൽ തുറന്നിട്ടാണ് കുക്ക് ചെയ്തത്. എല്ലാവരും ഇറങ്ങി, ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെ പാതിരാത്രിക്ക് ഇന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായി, ചോറൊക്കെ വിളമ്പി, കുറച്ച് മീൻ കറിയും കുറച്ച് ബീട്രൂട്ട് പച്ചടിയും കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും. അന്തസ്. മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല പൂ പോലിരിക്കുന്ന മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്. അങ്ങനെ കുറച്ച് പച്ചടിയും കുറച്ച് മെഴുക്കുവരട്ടിയും ആ ഒരു മീനിൻ്റെ കഷ്ണവും കുറച്ച് മീൻ ചാറും കൂടി ഇട്ട് ഞാൻ പെരട്ടിൻ്റെ സാറേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എല്ലാവരും ഈ ഒരു കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.